ചങ്ങായിമാരെ കണ്ടാളിങ്ങൾ എന്താണ് മഴ, പൊടി പാറ്റിയ മഴയാണ് കേട്ടോ. കാറ് പെയ്യാണ്. ഇക്കോലത്തിലൊക്കെ ഒരു ദിവസം ഒന്നായിട്ട് ഇങ്ങനെ പെയ്യാച്ച ഇവിടെയൊക്കെ മുണ്ടും. അക്കോലം മഴയാണ് പെയ്യുന്നത്. ഏകദേശം 1-2 മണിക്കൂറായിട്ട് പിന്നെ നല്ല മഴയാണ്. നിൽക്കാതെ പെയ്തും കൊണ്ട് നിൽക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ ആമ കടന്ന് വരുന്നത് കണ്ടോ. മക്കൾ ആദ്യമായിട്ട് കാണാം കേട്ടോ ആമനെ. അതിൻ്റെ സന്തോഷത്തിലാണ്. ആമ കയറി വരിക വയ്യറ്റി വന്നാൻ തോന്നുന്നുണ്ട്. ഒലിച്ച് വന്നത് അമ്മമാര് വരവ വെള്ളം വരുന്നത്. ആമക്ക് ഏതായാലും റൂട്ട് ഏകദേശമൊക്കെ മനസ്സിലായിക്കണ്. ആമൻ്റെ വഴിക്ക് ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കണേ. ഇവർക്ക് ആമനെ വേണമല്ലോ. അതാ പോകണ്ടില്ല. എന്താ പോക്ക്. പിരാന്തന് ആമനെ വേണമല്ലോ. ആമന ഉണ്ടാക്കി കൊടുക്കുക ഞാൻ. ഏതായാലും തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ട് വരാം കേട്ടോ. അത് മേലെ കൂടി അതിലിതിൽ പറമ്പ് കൂടിയൊക്കെ വെള്ളം നന്നായിട്ട് ചാടുകയാണ്. ഒരു ദിവസം ഒന്നായിട്ട് മഴ പെയ്യാച്ചാൽ ശരിക്കും ഇവിടെ വെള്ളം പൊന്തും, ചുരുക്കി പറയുകയാണെങ്കിൽ. കാരണം ഈ ഹൈവേയിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് റോഡ് പണീൻ്റെ ഈ ഒരു സംഭവം കൊണ്ട് കംപ്ലീറ്റ് വെള്ളം വരുന്നത് ഇവിടെ പൈങ്ങോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ തൊട്ട അടുത്തുള്ള പ്രദേശമാണ്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കെട്ട് നേരെ വരുന്നത് ഞങ്ങളെ ഈ സൈഡിൽ കൂടിയാണ്. ഈ വെള്ളം വരുന്നത് കുറച്ച് മേലെ നിന്നുള്ള വെള്ളമാണ് കേട്ടോ. അപ്പുറത്ത് കൂടെ തോടുണ്ട്. അതിപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടിട്ട് നമ്മളെ വീടിൻ്റെ ഒരു സൈഡാണ്. ആ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയതാ വെള്ളം. ഇപ്പോൾ കുറച്ച് ഒഴുകി കീപ്പോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ല ഞങ്ങൾ. ഫുള്ളായിട്ട് വെള്ളം നിൽക്കണുണ്ടില്ലേ. അവിടെ ആ തോട് നിറയുമ്പോൾ വെള്ളം ഇങ്ങോട്ട് കയറും. അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഏതായാലും ഇതൊന്ന് കണ്ടു നോക്കി. എല്ലാം കൂടി വെള്ളത്തൊക്കെ ഇറങ്ങിയാണ്. അതാണിപ്പോൾ നിലവിൽ ഇവിടുത്തെ അവസ്ഥ. മക്കളെല്ലാം കൂടി അതാ പോകണം അങ്ങോട്ട്. കുറച്ച് അങ്ങോട്ട് ചെറിയൊരു ചാല് പോലെ കേട്ടോ. വലിയ തോടുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ റോഡ് ഫുള്ളായിട്ട് വെള്ളം വന്നിട്ട് ചെറിയൊരു അരുവിയാണ്. അരുവി കൂടി ഇങ്ങനെ പോകും താഴത്തേക്ക്. അതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല കാഴ്ചകളാ. ഊട്ടിയിലൊക്കെ പോയ വേണ്ടി ഓർക്കൊരു ടൗസറൊക്കെ പോയി കയറ്റി വെള്ളത്തിൽ കളിക്കുകയാണ്. കളിച്ചോട്ടേന്ന് ഓർക്കുണ്ടാവില്ല പൂതി. വെള്ളം പോണ പോക്കുണ്ട് ഞങ്ങൾ. ആ ചെറിയ ചാലാണ്. ആ ചാലിൽ ഇങ്ങനെ ഒഴുകിയാണ് പോവുക. ആ ചാല് നിറഞ്ഞിട്ട് പുറത്തു കൂടിയാണ് ഒഴുകി പോണത്.